ഇന്ന് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാൾ. തിരുസഭയിൽ നമ്മുടെ കർത്താവ് മിശിഹായുടെ മഹോത്സവ തിരുനാളുകൾക്കും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഓർമ്മ തിരുനാളുകൾക്കും പ്രാധാന്യം കൊടുക്കുന്നത് പോലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ. ക്രാന്തദർശിയായ വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെ ലോകത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത എളിമയുടെ പാതയിലൂടെ സഞ്ചരിച്ച വിശുദ്ധ സ്നാപക യോഹന്നാൻ. നമുക്ക് വളരെ വ്യക്തമായി സ്നാപക യോഹന്നാൻ നിർവഹിക്കാനിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് സഖറിയായുടെ പ്രഘോഷണത്തിലൂടെ സ്നാപകൻ്റെ ജനനത്തിനോട് അനുബന്ധിച്ച് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇരുളടഞ്ഞ മേഖലകളിൽ പ്രകാശം വിതറാൻ നീ അയക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന്. പ്രിയമുള്ളവരെ, സ്നാപക യോഹന്നാൻ യേശുവിൻ്റെ ചൂണ്ടിക്കാണിച്ചത് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെയാണ്. പഴയ നിയമത്തിൽ പാപപരിഹാരത്തിനായി ദൈവം ആടുകളെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ പുതിയ നിയമത്തിലും അതിന് മാറ്റമില്ലാതെ മനുഷ്യക്കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് സ്നാപകൻ വെളിപ്പെടുത്തി കൊടുത്തു. അതെ, സത്യത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ അസത്യമാണ്, അധർമ്മമാണ്, മ്ലേച്ഛതകരമായ പ്രവൃത്തിയാണ് ഹെറോദസ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായി സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുകയും ഹെറോദ്യായുടെ അസൂയയ്ക്ക് പാത്രമാവുകയും ചെയ്തു. തലയറുക്കപ്പെട്ടു. ക്രാന്തദർശിയായ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ വിപുലമായി ഇന്നും ആഘോഷിക്കുന്നു. ഈ വിശുദ്ധൻ്റെ ക്രാന്തദർശിത്വത്തെ യേശുവിനെ ഏറ്റുപറയാൻ നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.